ഹൈറേഞ്ചിലെ കോടയ്ക്കകത്തൂടുള്ള യാത്ര. ഇതൊക്കെയാണ് കാണണ്ടേ കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഈ ഹൈറേഞ്ചും വയനാടും ഈ രണ്ട് സ്ഥലത്ത് ടൂറ് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലാത്ത സമയത്ത് ഹൈറേഞ്ചും നിങ്ങൾ പോകരുത്, വയനാടും പോകരുത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ മലകളിൽ നിന്ന് ഈ വെള്ളം ഈ മലയ്ക്കിടയിൽ കൂടെ ഒക്കെ വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. നോക്കിക്കേ, കോടയൊക്കെ മൂടി ഇങ്ങനെ വേണം യാത്ര ചെയ്യാൻ. നമ്മൾ ഹൈറേഞ്ചിനെയും വയനാടിനെയും ഈ സമയത്ത് പോയി നിങ്ങൾ കാണണം. രാത്രി ടൂറ് നിരോധിച്ചിരിക്കുകയാണ്. ഇത് വേണ്ട 11 മണി അങ്ങോട്ടേ ആയുള്ളൂ. കണ്ടോ ഇവിടുത്തെ അന്തരീക്ഷം കണ്ടോ? ഭയങ്കര രസകരമായ ഒരു യാത്രയാണ്. ഇങ്ങോട്ടൊന്നും നോക്കിയാൽ ഒന്നും കാണത്തില്ല. സ്വർഗത്തിലോ ഇത് സ്വപ്നത്തിലോ നമ്മളറിയാതെ പാടിപ്പോവും കേട്ടോ. അത്ര നല്ല ക്ലൈമറ്റാണ്. പൊരിയുന്ന വെയിൽ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹൈറേഞ്ചൊക്കെ ഉണർന്നു കഴിഞ്ഞിരിക്കുക. എന്ത് സൗന്ദര്യമാണ് ഇത് കാണാൻ. ഇതിനെയൊക്കെ വിദേശ രാജ്യത്തുനിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിക്കാനായിട്ട് നമ്മുടെ ടൂറിസം മന്ത്രിയൊക്കെ മുൻകൈ എടുക്കണം. കോടിക്കണക്കിന് രൂപ ഈ ഹൈറേഞ്ച്, വയനാട്, കുട്ടനാട് ഈ 3 സ്ഥലം കൊണ്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിനൊക്കെ മുൻകൈ എടുത്ത് ആൾക്കാർ മുന്നോട്ട് വരണം. ഓക്കെ, ഇത്ര മനോഹരമായ സ്ഥലങ്ങളാണ് നോക്ക്. ഹലോ പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഈ സ്ഥലത്ത്, അതായത് ചങ്ങനാശ്ശേരി, ഹൈറേഞ്ച്, കുട്ടനാട്, അപ്പം മലനാട്, ഇടനാട്, കുട്ടനാട്, ഈ 3 സ്ഥലങ്ങളെപ്പറ്റിയുള്ളതും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യം മലനാടിനെ കുറിച്ച് പറയാം. ഹൈറേഞ്ച് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഹൈറേഞ്ച്. ദൈവം നമുക്ക് വരദാനമായി തന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം നമ്മൾ പോയി കാണേണ്ടത് ഈ മഴ പെയ്യുന്ന സമയത്താണ്. എന്നാൽ മീഡിയകൾ നമ്മളെ പേടിപ്പിക്കും. അവിടെ പോകരുത്, ഉരുൾപൊട്ടലുണ്ട്, മലയിടിച്ചിലുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഹൈറേഞ്ചിൻ്റെ സൗന്ദര്യം നിങ്ങൾ കാണണമെങ്കിൽ ഓണായി കണ്ടോ. ഇത് എന്നതാ ഇത്? പ്രകൃതി കനിഞ്ഞു നൽകിയ നമ്മുടെ ഈ സൗന്ദര്യം കണ്ടോ? നിങ്ങളൊക്കെ ഹൈറേഞ്ചിൽ വരുവാണെങ്കിൽ ഈ മഴ സമയത്ത് വേണം വരാൻ. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ആയിരക്കണക്കിന് വെള്ളച്ചാട്ടങ്ങൾ കാണാം. നോക്കിക്കേ, ഇത്ര സൗന്ദര്യമാണെന്നുള്ളത്. ഉണക്ക സമയത്ത് ഒരു കാരണവശാലും ഹൈറേഞ്ച് വരരുത്. ഇപ്പോഴാണ് നിങ്ങൾ ഹൈറേഞ്ച് വന്ന് ഇതിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ കണ്ട് ആശ്വസിക്കേണ്ടത്. ഈ സമയത്ത് തന്നെ നിങ്ങളവിടെ ചെല്ലണം. എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയോ? സ്വർഗം പോലെ മൂടൽമഞ്ഞ് കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. മലകളിൽ വെള്ളം, അതിനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനോഹരമാണ്, ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വർണ്ണനയുള്ള ഒരു സ്ഥലമാണ് ഈ ഹൈറേഞ്ച് എന്ന് പറയുന്നത്. ഈ ഹൈറേഞ്ച് പോലെ തന്നെയാണ് നമ്മുടെ വയനാട് കയറിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ ഈ സമയങ്ങളിൽ നമ്മൾ പോയി കാണണം. അല്ലാതെ നല്ല ഉണക്ക സമയത്ത് ഹൈറേഞ്ചിൽ പോയാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. എന്നതായത്? എൻ്റെ പോന്നെ,
ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വന്ന് കാണണം. അടിപൊളി. നോക്കിക്കേ. ഏയ്യടാ ഓമ്പോ. പൊന്നെ, ഇതെന്നതാ ഇത്? കണ്ടോ ഇത്? അടിപൊളി. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കല്ലാർകുട്ടി ഡാം. ഈ ഉണക്ക സമയത്ത് പോയാൽ അത് വളരെ വെള്ളമില്ലാതെ കിടക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ആ ഡാം. എന്നാൽ ഇപ്പോൾ പോയാൽ ഇതുപോലുള്ള കാഴ്ച കാണാം. ഇതൊന്ന് കണ്ടേ, എന്ത് സൗന്ദര്യമാണെന്ന് നോക്കിയേ. ഇത് അടിമാലി ടൗണാണ്. ഇത് കണ്ടോ? ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? ഇതൊക്കെ നമ്മൾ ഈ വരച്ച് കണ്ടിട്ടുണ്ട്. ആൾക്കാർ വരച്ച് നമ്മളിതുപോലെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ? ദൈവത്തിൻ്റെ കരവിരുത്. ഇത് നോക്ക്. നോക്കിയേ ഈ വെള്ളച്ചാട്ടം എത്ര മനോഹരമാണെന്ന് നോക്കി. ഭയങ്കരം തന്നെ. എത്ര മനോഹരമാണ് ഈ ഹൈറേഞ്ച് കാണാൻ. എത്രയോ നല്ല രസമാണ്. പക്ഷേ മഴ സീസണിൽ വരണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മഴ സീസണിൽ നിങ്ങൾ ഹൈറേഞ്ചിൽ കയറി ഹൈറേഞ്ചിൻ്റെ സൗന്ദര്യം നിങ്ങൾ ഞൊരഞ്ഞെടുക്കണം. അതിമനോഹരമായ ഭൂപ്രദേശമാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലം. രാവിലെ എണീറ്റ്, രാവിലെ എന്നല്ല, മഴ സീസണായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് പോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ എത്ര ടെൻഷൻ ഉള്ളവർക്കാന്ന് പറഞ്ഞാലും നമ്മൾ അറിയാതെ പാട്ടുകളൊക്കെ പാടിപ്പോവും. അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഹൈറേഞ്ച്. ഹൈറേഞ്ചിൻ്റെ കോടികൾ ഇരിക്കുന്ന കണ്ടോ? ഇതാണ് സമ്പത്ത്. കോടാന കോടിയാണ് ഈ ഇരിക്കുന്ന മലകൾ. ഇങ്ങനെ എത്രയോ മലകളാണ് ഹൈറേഞ്ചിലുള്ളത്. ഈ പച്ചപ്പ് കണ്ടോ? ഹൈറേഞ്ചിൻ്റെ പച്ചപ്പ്, സ്വന്തം ഇടുക്കി. ഇതൊന്ന് നോക്കിക്കേ. ഇത് കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താ സൗന്ദര്യം! അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ മൂടൽമഞ്ഞ്. അപ്പോൾ നിങ്ങൾ പോകുക, അവിടുത്തെ സൗന്ദര്യം കണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് പോയിട്ടില്ലാത്തവർ, പോയവർക്കറിയാം. പോയിട്ടില്ലാത്തവർ പോയി കണ്ട് മനസ്സിലാക്കുക. ഈ മഴ സമയത്ത് തന്നെ നിങ്ങൾ പോകണം. രാത്രി സമയത്ത് യാത്ര ചെയ്യരുത്, അപകടമാണ്. ഒരുപാട് മരങ്ങൾ പടർന്നു കിടക്കുന്നുണ്ട്. പോസ്റ്റുകളുടെ മണ്ടയിലോട്ട് മരം വീണ്. ഇതൊക്കെ ഇവർക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ചെയ്യാവുന്നതാണ്. ഈ മറിയാറായി നിൽക്കുന്ന മരങ്ങൾ ഈ കോടിക്കണക്കിന് രൂപയുടെ KCBക്ക് നഷ്ടമാണ്. ഈ പോസ്റ്റിലും അതിലും ഇതിലെല്ലാം പൊട്ടി വീണ് ഈ റോഡിൽ കൂടെ കിടക്കുന്ന കാണണം. എന്തുമാത്രമാണെന്നറിയോ? ഇതൊരു മുൻകരുതലും ഇവരിതിനു മുമ്പ് എടുക്കാത്തത് കൊണ്ടാണ്. എല്ലാ വർഷവും ഇത് സംഭവിക്കുമെന്ന് ഇവർക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവരിത് ചെയ്യുന്നില്ല? കാട്ടിലെ തടി തേവറ ആനയെന്ന് പറഞ്ഞ കണക്ക് നമ്മുടെയൊക്കെ ടാക്സ് ഉണ്ടല്ലോ, അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ഈ ഹൈറേഞ്ചിൽ ഈ പറയത്തക്ക ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇത്ര ആളൊന്നും പോരാ. അവിടെ നല്ലവണ്ണം ആളിനെയൊക്കെ ഇട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു കാര്യവും സർക്കാർ മുൻഗണനയായിട്ട് എടുത്തു വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു മാസം പെയ്യുന്ന മഴ
അല്ലെങ്കിൽ കാറ്റ് ഇതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഹൈറേഞ്ച് പോയി വരിക. അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇടനാടിടാം, കുട്ടനാടിട്ട് കാണിക്കാം. ഇത് 3 ഭാഗങ്ങളായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഞാനിത് എത്തിക്കാം. ഇത് ഓരോരുത്തരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഓക്കേ.